ഇത് കണ്ട നിങ്ങൾ നോക്കണം, ഈ തിളയിലാണ് അമ്മ ആ കൈ ഇതിൻ്റെ അകത്ത് എണ്ണ കൈയിട്ടത്. കാരണം ഇത് പൊള്ളൂല, അതാ അതിന്റെ പ്രത്യേകത. ഇത് എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ സംഭവിച്ചത്? എന്താ ഈ എണ്ണയ്ക്ക്? കാരണം അത് ദൈവത്തിന്റെ കൃപയാണ്, അല്ലാതെ അമ്മ കഴിവല്ലേ. അല്ല. നമ്മളൊരു മല കയറി വരുന്നത് ഒരു കുടുംബത്തെ കാണാനാ. ഒരു അമ്മേനെയും കൊച്ചുമകള് മരുമകള് അങ്ങനെ നിൽക്കുകയാണ്. നോക്കി, ഇത് എന്താ സംഭവം നോക്കി, തേങ്ങ ഏറെ എന്താ ഈ കാണുന്ന സംഭവം? ഇത് എന്തിനാ നമ്മൾ എറിയണത്? സംഭവം എന്താ? ഈ തേങ്ങ എടുത്താണ് ഇതിന് മരുന്നുണ്ടാക്കുന്നത്. തേങ്ങ എടുത്ത് മരുന്നുണ്ടാക്കുക എന്ന് വെച്ചാൽ, അതായത് ഇത് ചതച്ചിട്ട് അതിന്റെ നീരെടുത്താണ് മരുന്നുണ്ടാക്കുന്നത്. ഓ, അതിന് എളുപ്പമാർഗ്ഗമാണ് ഇത്. എളുപ്പമാർഗത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചതച്ച് ഇത് എറിഞ്ഞു പൊട്ടിച്ച് വേണം ഞങ്ങൾക്ക് ചതച്ചെടുക്കാൻ വേണ്ടിട്ട് എളുപ്പമാർഗ്ഗം. എന്നിട്ട് അത് പിഴിയും അല്ലേ? ഓക്കെ. എന്താ സംഭവം എന്താ നടക്കുന്നത്? ഞങ്ങൾ എണ്ണ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനില്ല. എണ്ണ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനാ? ഇവിടെ നോക്കിയിട്ട് നെല്ലിക്ക ചതയ്ക്കുന്ന തേങ്ങ എറിയുന്ന എണ്ണ ഉണ്ടാക്കണമെന്നില്ല. എണ്ണ എവിടെ ഉണ്ടാക്കണ? എണ്ണ ഉണ്ടാക്കുന്ന അമ്മച്ചി എവിടെ? ഓ, അവിടെ ഉണ്ടോ അമ്മച്ചി? ഓ, അമ്മയാണല്ലേ അത്. ആ എണ്ണ ഉണ്ടാക്കുന്ന അമ്മച്ചിയാണ്. നമുക്ക് അമ്മച്ചിയോട് പോവാം. നമ്മുടെ അമ്മ അങ്ങനെ എണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതേ പ്രേക്ഷകർക്ക് കാണാം, ഇത് തിളക്കുന്നുണ്ടല്ല, നല്ലോണം തിളച്ച് നോക്കി. ഇവിടെ കണ്ട വലിയ തിളയാണ് വരുന്നത്. ഈ തിളയ്ക്കുന്ന അവസ്ഥയിൽ നമുക്ക് അടുത്ത് പോലും നിൽക്കാൻ പറ്റില്ല, കാരണം തെറിച്ചു വീണാൽ കൊള്ളും. പക്ഷെ ഈ എണ്ണയുടെ പ്രത്യേകത വെച്ചാലേ ഈ തിളപ്പിൽ പോലും ഇതിന്റെ അകത്ത് കൈയിടാം അല്ലേ? പറ്റുമല്ലോ. ആണ്. അതെ, ഇടട്ടോ. ഇത് കണ്ട നിങ്ങൾ നോക്കണം, ഈ തിളയിലാണ് അമ്മ ആ കൈ ഇതിന്റെ അകത്ത് എണ്ണ കൈയിട്ടത്. കാരണം ഇത് പൊള്ളൂല. മറ്റു എണ്ണയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ അവിടെ പുള്ളി ഒരു പരുവം, അവിടെയാണ് നമ്മൾ ഇത് കണ്ട നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കൈയിടാം. ഇത് എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ സംഭവിച്ചത്? എന്താ ഈ എണ്ണയ്ക്ക്? കാരണം അത് ദൈവത്തിന്റെ കൃപയാണ്, അല്ലാതെ അമ്മ കഴിവല്ലേ. അല്ല. ഇത് എങ്ങനെ അറിഞ്ഞത് ഈ എണ്ണ? ഈ എണ്ണ അറിഞ്ഞത് എന്റെ ഭർത്താവിന് എണ്ണ കാച്ചിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്റെ മോന് പേഷ്യന്ന് പോയിച്ചു വന്നപ്പോ അവന്റെ മുടിയെല്ലാം പൊഴിയും. അത് മുഖേന ഞങ്ങൾ ആ പപ്പായിക്ക് എടുത്ത എണ്ണ പിന്നെ കാച്ചാൻ തുടങ്ങി. അത് കാച്ചി മോന് കൊടുത്തപ്പോൾ പ്രയോജനമായി. അത് പിന്നെ അവന്റെ കൂട്ടുകാർക്ക് പലർക്കും സൗജന്യമായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ശരി, ഇതുപോലെ തിളച്ചപ്പോ ഇതുപോലെ ഞങ്ങളുടെ ദേഹത്ത് വീണിട്ടും പൊള്ളിയില്ല. അപ്പൊ ശരി, ഇത് ചൂടല്ലയോ എന്നും കണ്ട് ഞങ്ങൾ ഇങ്ങനെ കൈയിട്ട് നോക്കുമ്പോ മനസ്സിലായി ഇതിന് വലിയ ചൂടില്ല എന്നുള്ളത്. അത് ദൈവത്തിന്റെ ഒരു കരുണയാണ്, അതേ പറയാനുള്ളൂ. നമ്മൾ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാൻ കാണിച്ചത്, ഈ എണ്ണ തലയെ തേക്കുന്ന എല്ലാവർക്കും നല്ലോണം മുടി വരുന്നു. ഒരു ചേട്ടൻ പറഞ്ഞല്ലോ, ആ ചേട്ടൻ കൈക്കകത്ത് ഇങ്ങനെ പൊക്കിയിട്ട് കാണിച്ചത് നമ്മൾ. ആ ചേട്ടൻ പറയണത് ആ ചേട്ടൻ കശുവണ്ടി വറുത്തപ്പോൾ പൊട്ടിത്തെറിച്ച് മുഖം മൊത്തം പൊള്ളിപ്പോയി. ഈ എണ്ണയാണ് യൂസ് ചെയ്തത്. ആ എണ്ണ യൂസ് ചെയ്യുമ്പോൾ ആ പാട് മൊത്തം മാറി, ആ പൊള്ളൽ മൊത്തം മാറി. സൺബേൺ ഉള്ളൊരു യൂസ് ചെയ്യുന്ന ഈ സാധനം എണ്ണയിൽ നിന്ന് ഇത് എണ്ണ ഉപയോഗിച്ച് കഴിയുമ്പോൾ സൺബേൺ മാറുന്നു, ആ പൊള്ളലൊക്കെ മാറുന്നു. അതൊന്നുമല്ല സാറേ, ഈ അരീസിന്റെ അസുഖമുള്ളവരുണ്ടല്ലോ, അത് ഈ പഞ്ഞിക്കകത്ത് ഈ എണ്ണ മുക്കി വെച്ചാൽ ഇതിലെല്ലാം മനോഹരമാണ്, അത്രയ്ക്ക് നല്ലതാ. എല്ലാരും വന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തു. ഓരോരുത്തരും വന്ന് പറഞ്ഞു കുണ്ടിഭാഗം ചൊറിയുന്നുണ്ട്, പിന്നെ ഈ മുഴപ്പ് പോലെ വരുന്നുണ്ട്. അപ്പൊ ഈ പഞ്ഞിക്കകത്ത് ഇച്ചിരി എണ്ണ തൊട്ട് ചുരുട്ടി അവിടോട്ട് വെക്കാൻ പറഞ്ഞു. ഇപ്പൊ ഒരു 10-15 പേര് ഞങ്ങൾക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അതില് മേലെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോഴാ സാറിനോട് ഇത് മോനോട് പറയുന്നത്. ഇതൊരു സമ്പൂർണ്ണ എണ്ണയെന്ന് പറയാൻ കേട്ടാ. കാരണം ഇതൊരു മുടിക്ക് വേണ്ടി ഒരു എണ്ണയെന്നല്ല പറയുന്നത്, ഇതൊരു സമ്പൂർണ്ണ എണ്ണയാണ്. ഒരു അത്ഭുത എണ്ണെന്ന് ഞാൻ വിളിക്കുള്ളൂ. ഇത് അമ്മ പറയുന്ന പോലെ ഇത് ദൈവത്തിന്റെ അനുഗ്രഹം. അമ്മ പറയല്ല, അമ്മയുടെ ഒരു കഴിവൊന്നുമല്ല, ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നാ പറയുന്നത്. ഈ എണ്ണ ഉപയോഗിക്കുന്നവർക്കൊക്കെ ആ ഒരു ബ്ലെസ്സിങ് കിട്ടുന്നുണ്ട്. അത്രയാണ് അവർക്കൊക്കെ. ഒന്നുമല്ല മോനെ, ഈ ജെട്ടിയൊക്കെ ഇട്ടേച്ച് അരയൊക്കെ ചൊറിയുമല്ലോ, അതിന് വരെ ഇത് എണ്ണ മാറുന്നുണ്ട്. പറയാൻ നാണം കേട്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. അത് അമ്മ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടാ സംസാരിക്കുക. കാരണം ഇത് നമുക്കറിയാം, ഇതൊരു മലയോര പ്രദേശമാണ്. അവിടെ ഈ അമ്മയും അമ്മയുടെ പേരക്കിടാവും ഒക്കെ ചേർന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ എന്റെ മരുമോളാണ് ഇതിന് മുഴുവൻ അല്ലേ? നമുക്കിപ്പോഴും ആളിവിടെ ഇല്ല. കാരണം വെച്ചാൽ പുള്ളി അവിടെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ അടിച്ച്, നമ്മൾ പല സാധനങ്ങളും ഇതിന്റെ അകത്ത് അരച്ചാണ് ചേർക്കുന്നത്. ആ അരച്ച് ചേർക്കുന്നതാണ്. ഇതിനകത്ത് എന്തൊക്കെയാ ചേർക്കാൻ നിങ്ങൾക്ക് കാണേണ്ടത്? എവിടെ ഇരിപ്പുണ്ട് ചേർക്കുന്നത്? നമ്മ കാണിച്ചു തരും. ഇത് പനിക്കൂർക്ക. ഇത് പനിക്കൂർക്ക അല്ലേ? ഇതെന്ത് സാധനമാണ്? ഇത് കരിയാപ്പലയും വേപ്പിന്റെ ഇലയും ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇത് കയ്യോന്നി അല്ലേ? ഇത് കയ്യോന്നി. ഇത് മറ്റു കുറെ പച്ചമരുന്ന് മിക്സഡ് സാധനമാണ്. ഓ, ഇതൊക്കെയാണ് ചേർക്കുന്നത് അല്ലേ? ഓക്കെ. ചെമ്പരത്തി സബോള ഉള്ളിയൊക്കെ അതിനകത്ത് ചേർക്കും, അരച്ച് ചേർക്കും. ഓക്കെ. ഇതെന്ത് സംഭവം അമ്മ? ഇതൊരു രഹസ്യ കൂട്ടാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ പീസ് സാധനം കേട്ടാ. ഈ സാധനം ഈ പറയുന്ന എണ്ണയിലോട്ട് ചേരുന്നത് കൊണ്ടാകാം ചിലപ്പോ ഒരു പക്ഷേ നമുക്ക് ഈ തിളയ്ക്കുന്ന എണ്ണയിൽ ഇങ്ങനെ തൊടാൻ പറ്റുന്നതിന്റെ കാരണം
ചിലപ്പോൾ രഹസ്യക്കൂട്ടാകാം. ഇവിടെ പാൽ ഇവിടെ സംഭവം എന്താ ഇത്? ഇത് 6ാമത്തെ ദിവസം ആകുമ്പോൾ ഈ പശുവും പാലും ആട്ടും പാലും എരുമപ്പാലും ഇതിനകത്ത് ചേർക്കും. 3 ടൈപ്പ് പാലുണ്ടല്ലേ? നമ്മള് തേങ്ങാപ്പാലിലാണ് ഇത് ആദ്യം നമ്മൾ തുടങ്ങുന്നത്. തേങ്ങാപ്പാൽ എണ്ണയാക്കി അതിന്റെ തന്നെ പച്ചമരുന്ന് കയറി 6ാമത്തെ ദിവസം നമ്മൾ ഈ 3 പാല് ചേർക്കും അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നത്. ഈ കൂട്ട് എവിടെ നിന്ന് അമ്മയ്ക്ക് കിട്ടിയത്? അത് എന്റെ അമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്റെ അപ്പച്ചന് വേണ്ടി. അതിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ്. അതിൽ നിന്ന് ഞാൻ എന്റെ മോന് വേണ്ടി ചെയ്തു കൊടുത്തത്. ഇത് മുഴുവനും ഇതേപോലെ ഈ ചേട്ടൻ നോക്കിയാൽ ഫുള്ള് ഗ്ലേസിംഗ് ആയിട്ടിരുന്ന ഭാഗത്താണ് ഇതേപോലെ മുടി വന്നത്. ഇതെല്ലാം അമ്മയുടെ നിന്ന് എണ്ണ വാങ്ങിച്ചിട്ട് ഉണ്ടായ മാറ്റമാണ് ആളുകൾക്ക്. ഇതെല്ലാം തെളിവുകൾ രൂപത്തിലാണ് അമ്മ പറയുന്നത്. ഇത് കണ്ട, ഇതാരാന്ന് മനസ്സിലായി? ഇതാരാണ് അമ്മ? ഇത് എന്റെ മോനാണ്. ഇത് നമ്മുടെ ഈ അമ്മയുടെ മോൻ. ഈ മോന് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ അമ്മയുടെ മോൻ. ഇതാണ് നമ്മുടെ പഴയ പരുവം. ഈ മനുഷ്യന്റെ പഴയ അവസ്ഥയാണിത്. ഗൾഫിൽ നിന്നുള്ള അവസ്ഥയാണ്. ഇത് നടുക്കൊക്കെ ഫുള്ള് ഗ്യാപ്പായിരുന്നു. നോക്കിയേ, ഇത് കണ്ട ഗ്യാപ്പായിരുന്നു. ലാസ്റ്റ് വന്നപ്പോ നോക്കിയേ ഇതിങ്ങനെ, പിന്നെ വന്നപ്പോ നിറഞ്ഞു. നോക്കിയേ ഇത് കണ്ട, ആ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് നിറച്ചു മുടി വന്നു. അത് മാത്രല്ല നിരയും മാറി. ഇതെല്ലാം അമ്മ ഈ കാണുന്ന എണ്ണയിൽ നിന്നാണ് ഇത്രയും വലിയ മിറയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാരാ അമ്മ എടുത്തിരിക്കണത്? മൂത്ത മരുമകളാ. എന്തായിരുന്നു പ്രശ്നം? അത് ആദ്യത്തെ പ്രസവത്തിൽ അവിടെ മുടി പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം പപ്പ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എണ്ണ അവക്ക് ഉപയോഗിക്കാൻ കൊടുത്തു. അതില് അവക്ക് മുടി നന്നായിട്ട് വന്നല്ലേ? ഇത് അന്ന് നല്ലോണം പൊഴിഞ്ഞാണല്ലേ? പൊഴിഞ്ഞു. ഇപ്പൊ നിറച്ചുണ്ട്. മോനെ ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ചു ഉപയോഗിച്ചു. ഇത് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്ത എണ്ണയാണ്. ഇത് ഉപയോഗിച്ചാൽ നമുക്ക് മുടി വരും അല്ലേ? മുടി വന്നോളൂ, നിറച്ചു മുടി വന്നോളൂ. എന്തായാലും ഈ സാധനം ഉപയോഗിക്കുക. കാരണം വെച്ചാലേ അമ്മ ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് അമ്മ പറയുന്നത്. അമ്മ ധൈര്യത്തോടെ ഉപയോഗിച്ചാൽ പറയുന്നത്. വിശ്വസിച്ച് ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല. ഒരു കാര്യത്തിനല്ല, അമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ, ഈ കേട്ട കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി, അതും മാറി കിട്ടും. ഇതാണ് ഈ അമ്മ ഉണ്ടാക്കുന്നത്. ഇത് മുടി പൊഴിച്ചിൽ മാത്രമല്ല കേട്ടോ, അമ്മ പറഞ്ഞല്ലോ എന്തൊക്കെയാന്ന് പറഞ്ഞല്ല, എന്തിനും ഒരു ഒറ്റമൂലി പോലെ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ഈ ഷെറിക്സ് എന്ന. ഇത് നമ്മുടെ അമ്മ തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്കിൻ കെയർ ഓയിലാണ് ഷെറിക്സിൻ്റെ. ഇതൊക്കെ വേണ്ടത് എന്താ ചെയ്യണമെന്ന് അറിയാം. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ അമ്മ നിങ്ങൾക്ക് ഇതെല്ലാം അയച്ചു തരും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതെ, ബൈ ബൈ.